നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത പുല്ലൂക്കരയിൽ ഭർത്തൃ വീട്ടിലെ കിണറ്റിൽ ചുക്ലി പെട്ടിപ്പാല സ്വദേശിനി ഷഫ്ന ഷെറിനെ മരിച്ചനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോസഫിന്. കാണാതായ പെരിങ്ങത്തൂരിലെ ഓട്ടോ ഡ്രൈവറെ പുഴയിൽ മരിച്ചനിലയിൽ കണ്ടെത്തി. മരിച്ചത് കരിയാട് തെരുവിൽ താഴെച്ചുള്ളിന്റെ വിട TC സുനിൽ. പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസ്. പാനൂരിൽ 60 പേർക്കെതിരെയും തലശ്ശേരിയിൽ 59 പേർക്കെതിരെയും കേസ്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാർച്ച് നടത്തി. മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നരനായിട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. പാനൂരിനടുത്ത പുല്ലൂക്കരയിൽ ഭർത്തൃ വീട്ടിലെ കിണറ്റിൽ ചുക്ലി പെട്ടിപ്പാല സ്വദേശിനി ഷഫ്ന ഷെറിനെ മരിച്ചനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് നടപടി. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ജോസഫിനാണ് അന്വേഷണ ചുമതല. ജോസഫിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വെള്ളിയാഴ്ച ഷഫ്നയുടെ വസതിയിലെത്തി ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തും. മുങ്ങിമരണമാണെന്ന് പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീനാഥ് S. നായർ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഷഫ്നയുടെ ശരീരത്തിൽ 25ഓളം മുറിവുകളും ചതവുകളും ഉണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. കുളിമുറിയിൽ നിന്ന് രക്തം പുരണ്ട കത്തി പോലീസ് കണ്ടെത്തിയെന്നും കാണിച്ച് ഷഫ്നയുടെ മാതാവ് ആശാരിപ്പുളിക്കൽ ഷാഹിദ പോലീസിന് പരാതി നൽകിയിരുന്നു. ചുക്ലി പോലീസ് ഇൻസ്പെക്ടർ C. ഷാജുവിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഇതുവരെ അന്വേഷണം നടന്നത്. ഡിസംബർ 10-ന് പാനൂർ നഗരസഭയിലെ പുല്ലൂക്കര കാരപ്പയിൽ പുത്തലത്ത് വീട്ടിലെ റയീസിന്റെ വീട്ടുകിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അന്നുതന്നെ മരണത്തിൽ ദുരൂഹതയാരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രിക്കടക്കം ബന്ധുക്കൾ പരാതിയും നൽകിയിരുന്നു. തിങ്കളാഴ്ച സ്പീക്കർ അഡ്വക്കേറ്റ് AN ഷംസീർ ഷഫ്നയുടെ വസതി സന്ദർശിച്ചിരുന്നു. മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് കേസ് കൈമാറണമെന്ന് സ്പീക്കറോട് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതോടെയാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുന്നത്. ഏതാനും ദിവസം മുമ്പ് കാണാതായ പെരിങ്ങത്തൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവറെ പുഴയിൽ മരിച്ചനിലയിൽ കണ്ടെത്തി. പെരിങ്ങത്തൂർ ടൗണിലെ ഓട്ടോ ഡ്രൈവർ കരിയാട് തെരുവിൽ താഴെ ചുള്ളിയന്റെ വിട TC സുനിലിനെയാണ് കരിയാട് കുറിച്ചിക്കര ഭാഗത്ത് പുഴയിൽ മരിച്ചനിലയിൽ കണ്ടെത്തിയത്. ചോമ്പാൽ പോലീസ് മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി. പാനൂരിൽ കഴിഞ്ഞ ദിവസം നടന്ന പോലീസ് സ്റ്റേഷൻ മാർച്ചിലും റോഡ് ഉപരോധത്തിലും നേതാക്കന്മാർ ഉൾപ്പെടെ 60 പേർക്കെതിരെ പാനൂർ പോലീസ് കേസെടുത്തു. മുൻകൂർ അനുമതിയില്ലാതെ മാർച്ച് നടത്തിയതിനും റോഡ് ഉപരോധിച്ച് മാർഗതടസ്സം സൃഷ്ടിച്ചതിനുമാണ് കേസ്. DCC ജനറൽ സെക്രട്ടറി KP സാജു, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KP ഹാഷിം ഉൾപ്പെടെ 8 കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും പ്രവർത്തകർക്കുമെതിരെയുമാണ് കേസ്. സ്റ്റേഷനിലേക്ക് മാർച്ച് എന്നത് മാത്രമാണ് നേരത്തെ അറിയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയായിരുന്നു. അരമണിക്കൂറോളം ഉപരോധം തുടർന്നതോടെ പാനൂർ പാറാട്ട് റൂട്ടിൽ ഗതാഗതം സ്തംഭിച്ചിരുന്നു. വിസ്മയ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് CI MP ആസാദ് കോടതിയിലായതിനാൽ തലശ്ശേരി CI അനിലിനായിരുന്നു ചുമതല. അനിലിന്റെ നിർദ്ദേശപ്രകാരം കൂടിയാണ് കേസ്. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയതിന് തലശ്ശേരിയിലും കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസ്. 9 നേതാക്കളടക്കം 59 പേർക്കെതിരെയാണ് കേസ്. തലശ്ശേരിയിൽ കഴിഞ്ഞ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയ 59 കോൺഗ്രസുകാർക്കെതിരെ കേസ്. അനുമതിയില്ലാതെ നഗരത്തിൽ പ്രകടനം നടത്തി വാഹന ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ചുവെന്നതിന് 9 നേതാക്കൾക്കെതിരെയും കണ്ടാലറിയാവുന്ന 50 പ്രവർത്തകരുടെ പേരിലുമാണ് കേസ്. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും അകാരണമായി തല്ലിച്ചതക്കുന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിക്കാൻ KPCCയുടെ ആഹ്വാനത്തെ തുടർന്നാണ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തുന്ന നവകേരള സദസ് 1 മാസം പിന്നിടുമ്പോൾ ലഭിച്ച പരാതികളിൽ 10% പോലും തീർപ്പായില്ല. 17,000-ലധികം പരാതികൾ ലഭിച്ച കാസർഗോഡ് ജില്ലയിൽ 1370 പരാതികൾ മാത്രമാണ് പരിഹാരമുണ്ടാക്കാൻ സാധിച്ചത്. 28,803 പരാതികൾ ലഭിച്ച കണ്ണൂരിൽ 4,827 പരാതികളാണ് തീർപ്പായത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന നവകേരള സദസ് പര്യടനം തുടരുമ്പോൾ ലഭിച്ച പരാതികളിൽ 10% പോലും തീർപ്പാക്കാനായില്ല. നവകേരള സദസ്സിൽ കിട്ടിയ പരാതികളിൽ ജില്ലാതലത്തിൽ തീർക്കേണ്ടവ 4 ആഴ്ചയ്ക്കുള്ളിൽ തീർക്കുമെന്നാണ് സംസ്ഥാന സർക്കാർ പറഞ്ഞിരുന്നത്.
എന്നാൽ കണ്ണൂരിൽ 4 ആഴ്ച തികഞ്ഞെങ്കിലും 23,976 നിവേദനങ്ങളിൽ തീരുമാനമായില്ല. സഹകരണ വകുപ്പിൽ 1619 പരാതികൾക്കാണ് പരിഹാരം കണ്ടത്. കാസർഗോഡ് ജില്ലയുടെയും അവസ്ഥ ഇതുതന്നെയാണ്. 17,000-ലധികം പരാതികൾ ലഭിച്ചതിൽ 1370 പരാതികളിൽ മാത്രമാണ് തീരുമാനമായത്. ഏറ്റവും കൂടുതൽ പരാതികൾ റവന്യൂ വകുപ്പിനാണ് ലഭിച്ചത്. ഇതിൽ ഭൂരിഭാഗവും വില്ലേജ് ഓഫീസ് തലത്തിൽ പരിഹാരം കാണേണ്ടതാണ്. പരാതികൾ കലക്ടറേറ്റിൽ നിന്ന് താലൂക്ക് ഓഫീസ് വഴി ജില്ലയുടെ വിവിധ വില്ലേജ് ഓഫീസുകളിൽ ലഭിച്ചിട്ടുണ്ട്. പല പരാതികളും വർഷങ്ങളായി വില്ലേജ് ഓഫീസുകളിൽ കെട്ടിക്കിടക്കുന്നതിൻ്റെ തനി ആവർത്തനമാണ്. വില്ലേജ് ഓഫീസർ വിചാരിച്ചാൽ തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ്. ഇതൊക്കെ ചുവപ്പുനാടയിൽ കിടക്കാനായിരിക്കും വിധിയെന്നാണ് വില്ലേജ് ഓഫീസർമാർ തന്നെ പറയുന്നത്. തലശ്ശേരി നഗരസഭയുടെ അനുമതിയില്ലാതെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച പരസ്യ ബോർഡുകൾ അഴിച്ചുമാറ്റി തുടങ്ങി. 5,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. പൊതുസ്ഥലങ്ങളിൽ ബോർഡുകളും ബാനറുകളും കൊടിതോരണങ്ങളും സ്ഥാപിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ അനുമതി വേണമെന്നാണ് ചട്ടം. ഇത് ലംഘിച്ചതിനാണ് മഞ്ഞോടിയിൽ പ്രവർത്തിക്കുന്ന ആയുർ ആയുർവേദിക് ബ്യൂട്ടി ക്ലിനിക് എന്ന സ്ഥാപനത്തിന് പിഴയിട്ടത്. ബോർഡുകളുടെ വിസ്തീർണവും മറ്റും വ്യക്തമാക്കി സ്കെച്ച് നൽകുന്നതുൾപ്പെടെ നടപടിക്രമമുണ്ട്. എന്നാൽ ഇതിന് വിപരീതമായി രമ എന്നിവരുടെ ഉടമസ്ഥതയിൽ മഞ്ഞോടിക്ക് സമീപം പ്രവർത്തിക്കുന്ന ആയുർവേദിക് ബ്യൂട്ടി ക്ലിനിക് എന്ന സ്ഥാപനം മുൻകൂർ അനുമതിയില്ലാതെ നിരവധി ബോർഡുകളാണ് യുനിസെക്സ് സ്പാ എന്ന പേരിൽ അർദ്ധനഗ്നനായ പുരുഷൻ കമഴ്ന്നു കിടക്കുന്ന രീതിയിലും 2 സ്ത്രീകൾ പുരുഷന്റെ തലഭാഗത്തു നിന്നും കാൽഭാഗത്തു നിന്നും മസാജ് ചെയ്യുന്നതിന്റെയും ചിത്രങ്ങൾ സഹിതം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചത്. പരസ്യ ബോർഡുകൾ സ്ഥാപനത്തിന്റെ ആൾക്കാരെ കൊണ്ട് തന്നെ അഴിപ്പിച്ചെടുക്കുകയും 5,000 രൂപ പിഴ അടപ്പിക്കുകയും മേലിൽ ഇത്തരം പ്രവർത്തികൾ ആവർത്തിക്കരുതെന്ന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്തു. ഗതാഗത തടസ്സം സൃഷ്ടിക്കുക, പൊതുജനശല്യം, പൊതുസ്ഥലത്ത് ജനങ്ങൾക്ക് അപകടം വരുത്തുന്ന നടപടികൾ തുടങ്ങിയ പൊതുസ്ഥലങ്ങളിൽ പരസ്യം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് മുനിസിപ്പൽ നിയമത്തിലെ വ്യവസ്ഥ പ്രകാരമാണ് പിഴ. നഗരസഭാ സെക്രട്ടറി സുരേഷ് കുമാറിന്റെ ആഭിമുഖ്യത്തിൽ റവന്യൂ ഇൻസ്പെക്ടർ ജീവാനന്ദൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാർ തുടങ്ങിയവർ പിഴ ഈടാക്കുന്നതിന് നേതൃത്വം നൽകി. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. സൂപ്പർ സീസൺ സൂപ്പർ ഡിസ്കൗണ്ട്. ലുലു സാരീസ് ക്രിസ്മസ് ന്യൂ ഇയർ സൂപ്പർ സെയിൽ. വിവാഹ സാരികൾ മുതൽ കുഞ്ഞുടുപ്പുകൾ വരെ മുഴുവൻ വസ്ത്രങ്ങളും വൻവില കിഴിവിൽ 10% മുതൽ 60% വരെ സൂപ്പർ ഡിസ്കൗണ്ടിൽ. ലുലു സാരീസ് സൂപ്പർ സെയിൽ 2023 ഡിസംബർ 6 മുതൽ 2024 ജനുവരി 6 വരെ ലുലു സാരീസിന്റെ കണ്ണൂർ, തലശ്ശേരി ഷോറൂമുകളിൽ മാത്രം. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ, ടേലി ടവർ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, നാരങ്ങാപുരം, തലശ്ശേരി. മാഹി മലയാള കലാഗ്രാമത്തിൽ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ഭരതനാട്യം, കുച്ചിപ്പുടി, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിലേക്കുള്ള അപേക്ഷകൾ ഒക്ടോബർ 20 മുൻപായി ലഭിച്ചിരിക്കേണ്ടതാണ്. ഫോൺ 0490233291 7907361149 944764. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി.
തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള നരനായാട്ട് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. DCC ജനറൽ സെക്രട്ടറി KP സാജു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉയർത്തി പോലീസ് തടഞ്ഞു. ബാരിക്കേഡ് തള്ളിയിടാൻ പ്രവർത്തകർ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. DCC ജനറൽ സെക്രട്ടറി KP സാജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രവർത്തകന്മാരെ അവിടെയുള്ള ലോക്കൽ പോലീസ് സൈഡിലാക്കി അവരെ ഒതുക്കി നിർത്തുമ്പോഴാണ് ഈ പറയുന്ന ചെറ്റയായ പോലീസുകാരൻ അവിടെ വന്ന് യൂത്ത് കോൺഗ്രസുകാരെ തലക്കടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക. പോലീസിനൊരു മാനുവൽ ഉണ്ട്, പോലീസിന് ട്രെയിനിങ് ഉണ്ട്. എന്താണ് പോലീസിന്റെ ട്രെയിനിങ്? പോലീസിന്റെ ട്രെയിനിങ് എന്ന് പറയുന്നത് അരയ്ക്ക് താഴെ അടിക്കണമെന്നാണ്. അരയ്ക്ക് താഴെ അടിക്കേണ്ട പോലീസ് എങ്ങനെയാണ് തലക്കടിക്കുന്നത്? ആ ഗവൺമെന്റ് കയ്യിലുള്ളത് ലാത്തിയായിരുന്നില്ല, ദണ്ടായിരുന്നു. RSSകാരന്റെ ദണ്ട്, നീട്ടമുള്ള വടിയായിരുന്നു. എപ്പോഴാണ് കേരളത്തിലെ പോലീസുകാരൻ RSSകാരന്റെ ദണ്ഡ ഉപയോഗിക്കാൻ തുടങ്ങിയത്? പറയണം കേരളത്തിലെ പോലീസുകാരൻ, എപ്പോഴാണ് നിങ്ങൾ ദണ്ഡ ഉപയോഗിക്കാൻ തുടങ്ങിയത്? നിങ്ങൾക്ക് ലാത്തി തന്നിരിക്കുന്നത് അരയ്ക്ക് താഴെ അടിക്കാനാണ് നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത്. പക്ഷേ കോൺഗ്രസുകാരനെ കാണുമ്പോൾ നിങ്ങൾക്ക് കലി കയറുകയാണ്. ബ്ലോക്ക് പ്രസിഡന്റ് K ലോഹിതാക്ഷൻ അധ്യക്ഷനായി. DCC സെക്രട്ടറി PK സതീശൻ, ഹരിദാസ് മൊഗേരി, രജനീഷ് കക്കോത്ത്, UN സത്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കൂത്തുപറമ്പ് വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നും പ്രകടനമായാണ് പ്രവർത്തകർ എത്തിയത്. പാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2024-2025 വാർഷിക പദ്ധതി രൂപീകരണ ഗ്രാമസഭ നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഗ്രാമസഭയിൽ 4 പഞ്ചായത്തുകളിലെ പ്രതിനിധികൾ പങ്കെടുത്തു. പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ശൈലജ ഉദ്ഘാടനം ചെയ്തു. സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ പാനൂർ ബ്ലോക്കിന്റെ ആസ്തി വളരെ കുറവാണ് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ആസ്തി വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള പദ്ധതികൾ പുതിയ ഭരണസമിതി ഏറ്റെടുക്കുകയും അതോടൊപ്പം തന്നെ ബ്ലോക്കിന്റെ പരമപ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്തമാണ് ശുചിത്വ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമതയോടുകൂടി നടത്തുക എന്നതും അതോടൊപ്പം തന്നെ നവകേരള സൃഷ്ടിക്കായിട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയങ്ങൾ അത് അതേപടി ഒട്ടും തന്നെ കുറവ് വരുത്താതെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 4 പഞ്ചായത്തുകളിലും അത് കൃത്യതയോടുകൂടി നിറവേറ്റുക എന്നതും അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഇന്ന് ഭീഷണിയായിട്ട് തീർന്നിട്ടുള്ള ജലസംരക്ഷണ പരിപാടി അത് നനവ് എന്ന പേരിൽ പാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KP സജീന്ദ്രൻ കരട് പദ്ധതി നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു. മുകേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വാത്സൻ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി TD തോമസ് സ്വാഗതം പറഞ്ഞു. ഗ്രൂപ്പ് തിരിഞ്ഞ് ചർച്ചകൾക്ക് ശേഷം പൊതു അവതരണവും നടന്നു. മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന വ്യാപകമായി ജില്ലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യൂത്ത് മാർച്ചിന് ശനിയാഴ്ച തലശ്ശേരിയിൽ സ്വീകരണം നൽകും. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സംസ്ഥാന സർക്കാരിനെതിരെ മാർച്ച് സംഘടിപ്പിക്കുന്നത്. രാവിലെ 9-ന് ചൊക്ലി പഞ്ചായത്തിലെ കാഞ്ഞിരത്തിൻകീഴിൽ നിന്നുമാണ് മാർച്ച് ആരംഭിക്കുക. വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യൂത്ത് മാർച്ച് പദയാത്രയായിട്ടാണ് നടത്തുന്നത്.
ഇവിടെ സൂചിപ്പിച്ചത് പയ്യന്നൂരിൽ നിന്ന് ആരംഭിച്ച ജാഥ നാളെ തലശ്ശേരിയിലെത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട പരിപാടികളോട് റഷീദ് വിശദീകരിച്ചു. ഈ ജാഥയുടെ പ്രമേയം വിദ്വേഷത്തിനെതിരെ, ദുർഭരണത്തിനെതിരെ എന്നുള്ളതാണ്. അത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ, രാജ്യവിരുദ്ധ നയങ്ങൾ തന്നെയാണ് ഈ പ്രമേയത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത്. നമുക്കറിയാം, അഭിപ്രായം പറയാൻ പോലും സ്വാതന്ത്ര്യമില്ലാതെ പാർലമെന്റിനകത്ത് ചോദ്യം ചോദിക്കുന്നവരെ നിഷ്കരണം പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പാർലമെന്റിനകത്ത് നിന്ന് പോലും പിടിച്ച് പുറത്താക്കുന്ന രൂപത്തിൽ അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും ഭാഷയിൽ ഒരു ഫാസിസ്റ്റ് ഭരണകൂടമാണ് തങ്ങളെന്ന് തെളിയിച്ചുകൊണ്ട് BJP മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഭരണഘടനയും ജനാധിപത്യവും അപകടത്തിലാണ് എന്ന് രാജ്യത്തെ ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചൊക്ലിയിൽ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ലത്തീഫ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് AK. അബൂട്ടി ഹാജി, സെക്രട്ടറി ഷാനിദ് മേക്കുന്ന് എന്നിവർ സംസാരിക്കും. ചൊക്ലി ടൗൺ, പെരിങ്ങാടി, മാഹിപ്പാലം, പുന്നോൾ, തലായി, സൈദാർപള്ളി, മട്ടാമ്പ്രം എന്നിവിടങ്ങളിലൂടെയാണ് ജാഥ കടന്നുപോവുക. തലശ്ശേരിയിൽ സമാപന പൊതുസമ്മേളനം പ്രത്യേകം സജ്ജമാക്കിയ ആഷിഖ് നഗറിൽ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്യും. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അൻവർ സാദത്ത് മുഖ്യപ്രഭാഷണം നടത്തും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് K. ലത്തീഫ്, റഷീദ് തലായി, തഫ്രീം മാണിയാട്ട്, ഫൈസൽ പുനത്തിൽ, തഷ്രിഫ് ഹുസൈൻ മൊട്ട, ഷാജിർ പൊന്നം തുടങ്ങിയവർ പങ്കെടുത്തു. കഴിഞ്ഞ ഒരാഴ്ചയായി പിണറായി ഏരിയയിലെ 4 പഞ്ചായത്തുകളിൽ വിവിധ തലങ്ങളിൽ ആചരിച്ചു വരുന്ന പാറപ്പുറം സമ്മേളനത്തിന്റെ 84ാം വാർഷികാഘോഷ വാരാചരണ പരിപാടികൾ തിങ്കളാഴ്ച സമാപിക്കും. പാറപ്പുറത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരാധനായ മുഖ്യമന്ത്രി പിണറായി, അതുപോലെ തന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി MP ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം പരിപാടിയിൽ സംബന്ധിക്കുന്നുണ്ട്. തുടർന്ന് വിവിധ കലാപരിപാടികളും അവിടെ അരങ്ങേറും. പൊതുവിൽ വർത്തമാനകാല സാഹചര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ ഈ വാർഷിക സമ്മേളനം അത്യന്തം ആവേശകരമായ അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഏരിയയിലെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വൈകിട്ട് 4-ന് പിണറായി ടൗണിൽ നിന്ന് പാറപ്പുറത്തേക്ക് ചുവപ്പ് വളണ്ടിയർ പരേഡും ബഹുജന പ്രകടനവും നടത്തും. ഇക്കഴിഞ്ഞ 17-ന് രാവിലെ പിണറായി ഏരിയയിലെ 260 പാർട്ടി കേന്ദ്രങ്ങളിൽ പതാക ഉയർത്തിയതോടെയാണ് വാർഷികാചരണ പരിപാടികൾക്ക് തുടക്കമിട്ടതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വൈകിട്ട് പതാക, ദീപശിഖ, കൊടിമര ജാഥ എന്നിവ സംഘടിപ്പിച്ചു. 19-ന് ഏരിയ തലങ്ങളിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. 20-ന് കമ്പവലി മത്സരം നടത്തി. 23-ന് ജില്ലാതല ചിത്രരചനാ മത്സരം പാറപ്പുറം അണക്കെട്ട് പരിസരത്ത് നടക്കും. 24-ന് പിണറായി, ധർമ്മടം, വേങ്ങാട്, കോട്ടയം പഞ്ചായത്തുകളിലെ റോഡുകൾ, കുളങ്ങൾ, പ്രധാന പട്ടണങ്ങൾ, കവലകൾ, വിവിധ സ്ഥാപനങ്ങൾ എന്നിവ ബഹുജന പങ്കാളിത്തത്തോടെ ശുചീകരിക്കും. ശുചീകരണ പ്രവൃത്തിയുടെ ഏരിയ തല ഉദ്ഘാടനം പാറപ്പുറത്ത് നടക്കും. കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ ജീവിത സാഹചര്യങ്ങൾ മാറ്റിമറിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാറപ്പുറം സമ്മേളനത്തിന്റെ 84ാം വാർഷിക വാരാചരണ സമാപനം മറ്റൊരു ചരിത്ര സംഭവമാക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. 23-ാം തീയതി ഒരു ജില്ലാതല ചിത്രരചനാ മത്സരമാണ്. ജില്ല മാത്രമല്ല, മാഹിയിലുള്ള കൂട്ടർക്ക് കൂടി, പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലുള്ളവർക്ക് കൂടി ഈ മത്സരത്തിൽ പങ്കെടുക്കാം. നഴ്സറി, LP വിഭാഗം, UP വിഭാഗം, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗത്തിൽപ്പെട്ടവർ കുട്ടികൾക്കുള്ള മത്സരമാണ്. ഏറ്റവും നല്ല ചിത്രത്തിന് പാണ്ഡ്യാല ഗോപാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥം ഒരു സ്വർണ്ണ മെഡലാണ് നൽകുന്നത്. ഓരോ വിഭാഗത്തിനും പ്രത്യേകം സമ്മാനങ്ങൾ നൽകുന്നതാണ്. പിണറായി പുതുതായി പ്രവർത്തനം ആരംഭിച്ച പിണറായി അണക്കെട്ട് പരിസരത്താണ് ഈ ചിത്ര. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ K. ശശിധരൻ, KK രാജീവൻ, KK രാഘവൻ, PK ബാലൻ, VV രമേശൻ എന്നിവർ പങ്കെടുത്തു. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands.
ശോഭിക വെഡ്ഡിംഗ് സെന്റർ, തലശ്ശേരി റോഡ്, കൂത്തുപറമ്പ്. വിഷു റംസാൻ പ്രമാണിച്ച് ശോഭിക വെഡ്ഡിംഗ് സെന്റർ കൂടുതൽ സെലക്ഷനോടെ പുതുമോടിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ആഘോഷവേളകൾ ഏതുമാവട്ടെ, മനസ്സിനും ശരീരത്തിനും കുളിരു പകരുന്ന പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ, കൂത്തുപറമ്പ്. വെഡ്ഡിംഗ് സാരികൾ, ലെഹങ്ക, വെഡ്ഡിംഗ് ഗൗൺ, ചുരിദാർ മെറ്റീരിയലുകൾ, ട്രെൻഡിംഗ് ടോപ്പുകൾ, കിഡ്സ് വെയർസ് തുടങ്ങി ലോകോത്തര ഷർട്ടിംഗ്, സ്യൂട്ടിംഗ്, ധോത്തി ബ്രാൻഡുകളായ LP, വാൻ ഹുസൈൻ, അലൻസോളി, ലിനൻ ക്ലബ്, റെയ്മണ്ട്, ഓട്ടോ, മിനിസ്റ്റർ വൈറ്റ്, രാംരാജ് തുടങ്ങി വൈവിധ്യമാർന്ന കളക്ഷനുമായി ശോഭിക വെഡ്ഡിംഗ് സെന്റർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. ഫോൺ 8943111148. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023111238. ഈ ജിയോ സാൻഡ് ഇത്രയ്ക്ക് മികച്ചതാണോ? പൂഴിമണലിനേക്കാൾ മികച്ച ഗുണമുണ്ടെന്ന് മാത്രമല്ല, ഹൈബ്രിഡ് വാഷ് ചെയ്ത നല്ല സ്മൂത്ത് സാൻഡാണ്. പൂഴിക്ക് പകരം ഇതാ ജിയോ സാൻഡ്. വാർത്തകൾ തുടരുന്നു. പാനൂരിലെ KK രാജീവൻ പഠനകേന്ദ്രം വായനശാലയുടെ ആഭിമുഖ്യത്തിൽ പാനൂരിൽ ഫാസിസത്തിനെതിരെ സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചു. ഇനിയും ഉറക്കെ എന്ന പേരിലാണ് സാംസ്കാരിക പ്രതിരോധം സംഘടിപ്പിച്ചത്. പാനൂർ സുമംഗലി ഓഡിറ്റോറിയത്തിലാണ് പ്രതിരോധ പരിപാടി നടന്നത്. പാട്യം പഠനകേന്ദ്രം ഡയറക്ടർ P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തന്റെ നിലപാടുകൾ ഉറക്കെ വിളിച്ചു പറയാൻ എല്ലാ അർത്ഥത്തിലും പ്രതിരോധത്തിന്റെ ശക്തിദുർഗമായി ഉയർന്നു നിൽക്കാൻ ശ്രീമതി ഗായത്രി വർഷയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പാനൂരിന്റെ മണ്ണിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ച് ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമ്പോൾ നമ്മൾ കാണുന്നു. എന്ന് പറഞ്ഞാൽ പാനൂർ ഗായത്രി വർഷയുടെ ആ പോരാട്ടത്തോട് ഐക്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. സിനിമ, സീരിയൽ, സാംസ്കാരിക പ്രവർത്തക ഗായത്രി വർഷ സാംസ്കാരിക പ്രഭാഷണം നടത്തി. ആശയ സംവാദങ്ങളാണ് ഒരുപക്ഷെ ഇതുപോലെ മൈക്കിന് മുമ്പിൽ എൻ്റെ മുന്നിലിരിക്കുന്ന ആൾക്കാരെ നോക്കിയിട്ട് നാട് പ്രതിഷേധത്തിൻ്റെ ഇടങ്ങളിലേക്ക് ഇരമ്പി കയറേണ്ട സമയമാണ് എന്ന് തോന്നുന്ന സമയത്ത് പറയാനുള്ള വാക്കുകൾ എന്നിലുണ്ടാവുന്നത്, അഥവാ പറയുന്ന വാക്കുകൾക്ക് മൂർച്ചയുണ്ടാവുന്നത്, അതിലെല്ലാം വലുതായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നത്. കുട്ടിയായിരിക്കുന്ന സമയത്ത്, എന്നെന്ന് ഓർമ്മയില്ലാത്തൊരു സമയത്ത്, എന്നാണ് ഏത് പ്രായത്തിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അങ്ങനെ ഓർമ്മയില്ലാത്ത സമയത്ത് അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യമില്ല. ഈ ലോകത്തിന്റെ ഏത് കോണിൽ നീ പോയിട്ട് ഒറ്റപ്പെടുന്നുവെന്ന് തോന്നിയാലും, ലോകത്തിന്റെ ഏത് കോണിൽ എന്നാണ് പറഞ്ഞത്, അവിടെ ചുവന്ന കൊടി പറക്കുന്ന ഒരു കെട്ടിടമുണ്ടാവും. തൊഴിലാളികളുടെ ഏതൊരു നാട്ടിലും ചെങ്കൊടി പാകുന്ന ഒരു കെട്ടിടമുണ്ടാവും. അതിനകത്ത് കയറിയിട്ട് നീ ഇന്ത്യയിൽ, കേരളത്തിൽ സഖാവ് രാജുവിൻ്റെ മകളാണെന്ന് പറഞ്ഞാൽ നീ എൻ്റെ അടുത്തെത്തും എന്ന് പറഞ്ഞത് ഒരു അച്ഛൻ്റെ മകളാണ് ഞാൻ.
എ രാഘവൻ മാസ്റ്റർ അധ്യക്ഷനായി. MP ബൈജു, KE കുഞ്ഞബ്ദുള്ള, P സരോജിനി തുടങ്ങിയവർ സംസാരിച്ചു. രാജ്കുമാർ ദൃശ്യകല അവതരിപ്പിച്ച ഏകപാത്ര നാടകം നേരറിവും അരങ്ങേറി. പോളിയോ ബാധിച്ച യുവാവിന് IRPCയുടെ നേതൃത്വത്തിൽ എരഞ്ഞോളി മടത്തിൽ ബ്രദേഴ്സിന്റെ സഹകരണത്തോടെ വീൽ ചെയർ കൈമാറി. എരഞ്ഞോളി പഞ്ചായത്തിലെ 3-ാം വാർഡിൽ വടക്കുംപാട് ജന്മന പോളിയോ ബാധിച്ച സൈനബിൽ PB ഷമ്മാസിനാണ് വീൽ ചെയർ നൽകിയത്. ഷമ്മാസ് ഗ്രാമസഭയിൽ വെച്ച് തന്റെ അവസ്ഥ വാർഡ് മെമ്പറോട് അവതരിപ്പിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് IRPC മടത്തിൽ ബ്രദേഴ്സുമായി ചേർന്ന് 2 ദിവസം കൊണ്ട് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ വീൽ ചെയർ കൈമാറിയത്. എരഞ്ഞോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP ശ്രീഷ വീൽ ചെയർ ഷമ്മാസിനെ കൈമാറി. P ഷിംജിത്ത്, ഷാജി കാരായി, പ്രകാശൻ എന്നിവർ പങ്കെടുത്തു. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ വടക്കുംപാട് ഹൈസ്കൂളിൻ്റെ അടുത്തുള്ള ഷമ്മാസിന് ജന്മനാ പോളിയോ ബാധിച്ചൊരു കുട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മളോട് ഇപ്പം കുറച്ച് ദിവസം മുന്നേ ഒരു വീൽ ചെയറിന് ആവശ്യപ്പെടുകയും ആ വീൽ ചെയർ നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വാർഡിൽ തന്നെയുള്ള സുമനസ്സുകളായ 1-2 വ്യക്തികളും അതുപോലെ മടത്തിൽ ബ്രദേഴ്സിൻ്റെ ടീം അംഗങ്ങളും കൂടിയാണ് ഈ ഒരു വീൽ ചെയർ നമുക്ക് സ്പോൺസർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ഷമ്മാസിൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴി ഒരു അപകടം നിറഞ്ഞ ഒരു വഴിയായിരുന്നു. ആ വഴിയിൽ തന്നെ ഇപ്പം ഒരു 1.5 ലക്ഷം രൂപ ചിലവാക്കിയിട്ട് അതിനൊരു കൽവേട്ടും അതുപോലെ തന്നെ ഡ്രൈനേജ് എല്ലാം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. എല്ലാവരോടും നന്ദിയുണ്ട്, എനിക്കത് മറക്കൂല. KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റും മുൻ MLAയുമായിരുന്ന A കണാരൻ ചരമദിനം കടവത്തൂരിൽ ആചരിച്ചു. കടവത്തൂർ ബാബുട്ടിക്കുരിയിലാണ് ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലാ വൈസ് പ്രസിഡന്റ് T ബാലൻ ഉദ്ഘാടനം ചെയ്തു. 1950 വന്നിട്ടുള്ള കർഷക തൊഴിലാളി പെൻഷൻ 1991 ആകുമ്പോഴേക്കും നമ്മൾ ക്ഷേമനിധിക്ക് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയിട്ടുണ്ട്. ആ പോരാട്ടത്തിന് ഫലമായിട്ട് 1991 നമുക്ക് ക്ഷേമനിധി നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു. ഇങ്ങനെ ഒരു കാലത്ത് അടിമകളെ പോലെ ജീവിച്ച ഈ വിഭാഗം ഇന്ന് പഴയ അവസ്ഥയിലല്ല. കേരള സമൂഹം മാറിയിട്ടുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളും മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ കർഷക തൊഴിലാളികളെയും വലിയ നിലയ്ക്ക് വളർത്തിയെടുക്കുന്നതിൽ മാറ്റിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ നമ്മൾ കാണുന്നത്. പാനൂർ ഏരിയ സെക്രട്ടറി KP വിജയൻ അധ്യക്ഷനായി. കർഷക തൊഴിലാളികളും കേന്ദ്ര നയങ്ങളും എന്ന വിഷയത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം TM ദിനേശൻ പ്രഭാഷണം നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം NK തങ്കം, ഏരിയ പ്രസിഡന്റ് KK രാജീവൻ എന്നിവർ സംസാരിച്ചു. തൃപ്പങ്ങോട്ടൂർ വില്ലേജ് സെക്രട്ടറി AK സുരേഷ് സ്വാഗതം പറഞ്ഞു. ഈ 4 പേരെ കണ്ടിട്ട് നമ്മളെ സഖാക്കൾ കരഞ്ഞു, PC ജോഷിയും കരഞ്ഞു, കൃഷ്ണപിള്ളിയും കരഞ്ഞു. ഇപ്പൊ കയ്യൂർ സഖാക്കൾ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്, ഞങ്ങളെ ഓർത്ത് കരയരുത് സഖാക്കളെ, പിറന്ന നാടിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പോരാട്ടത്തിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തിരിച്ചു ചെന്ന് തേജസ്വിനി കടന്ന് തിരിച്ചു ചെന്ന് കയ്യൂരിൽ ചെന്ന് ഞങ്ങളെ ഓർത്ത് കരയരുത് എന്ന് നിങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ നാട്ടുകാരോടും പറയണമെന്ന് പറഞ്ഞ ധീരതയുടെ പേരാണ് കയ്യൂര് എന്നുള്ളത് നമുക്കറിയാം. ഇത് കയ്യൂര് മാത്രമല്ല, നിരവധിയായ സമരങ്ങൾ, ഇപ്പം ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത പ്രദേശമാണ് ഉഞ്ചിയം എന്നുള്ളത് നമുക്കറിയാം. ഇങ്ങനെയുള്ള ഒരുപാട് സമരങ്ങൾ രൂപപ്പെടുത്തിയ ഒരു മുന്നേറ്റമുണ്ട് കേരളത്തിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാനൂരിനടുത്ത പുല്ലുക്കരയിൽ ഭർത്തൃ വീട്ടിലെ കിണറ്റിൽ ചുക്ലി പെട്ടിപ്പാല സ്വദേശിനി ഷഫ്ന ഷെറിനെ മരിച്ചനിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടങ്ങി. ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിലാണ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത്. അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ച് DYSP ജോസഫിന്. കാണാതായ പെരിങ്ങത്തൂരിലെ ഓട്ടോ ഡ്രൈവറെ പുഴയിൽ മരിച്ചനിലയിൽ കണ്ടെത്തി. മരിച്ചത് കരിയാട് തെരുവിൽ താഴെച്ചുള്ളിന്റെ വിട TC സുനിൽ. പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ച് നടത്തിയ കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ കേസ്. പാനൂരിൽ 60 പേർക്കെതിരെയും തലശ്ശേരിയിൽ 59 പേർക്കെതിരെയും കേസ്. കൂത്തുപറമ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും മാർച്ച് നടത്തി. മാർച്ച് നടത്തിയത് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെയുള്ള പോലീസ് നരനായിട്ട് അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.